ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും ആക്രി ആൻഡ് ആക്രിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് പ്ലാസ്റ്റിക് എങ്ങനെ റീയൂസ് ചെയ്ത് അത് അപ്സൈക്കിൾ ചെയ്യാമെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ കുറച്ച് സ്പൂൺ എടുത്തിട്ടുണ്ട്. പല സ്ഥലത്തുനിന്നായിട്ടാണ് എടുത്തിട്ടുണ്ടെന്ന് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു മെഴുകുതിരിയും വേണം. നമുക്ക് തുടങ്ങാം. ഞാൻ ആദ്യമേ തന്നെ ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചുണ്ടിന്ന് തുടങ്ങാം. ഒരു പക്ഷിയാണ് ഉണ്ടാക്കണത്. അപ്പോൾ പക്ഷിയുടെ ചുണ്ട് ഇതിങ്ങനെ ഇരിക്കും. ചുണ്ട് ഇത് തല, ഇത് ചുണ്ട്. അപ്പോൾ നമുക്കിനി ബാക്കി ഇങ്ങനെ വളച്ചെടുക്കണം. കുറച്ച് വളച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് മെഴുകുതിരിയുടെ ആവശ്യമുണ്ട്. ഇവിടെ നല്ല കാറ്റായതുകൊണ്ട് മെഴുകുതിരി കത്തണില്ല. അപ്പോൾ നമ്മൾ കത്തിച്ചാക്കട്ടെ. അപ്പോൾ മെഴുകുതിരിയിലേക്ക് പതുക്കെ ഇങ്ങനെ വെച്ചു കൊടുത്താൽ മതി. എന്നിട്ട് പതുക്കെ വളച്ചെടുക്കണം. അധികം നേരം വെക്കരുത്, ഉരുക്കി പോവും. ഇത്തിരി ആയിട്ട് പല സ്ഥലങ്ങളായിട്ട് വെച്ച് വളച്ചെടുക്കണം. ഇനി ചുണ്ട് നമുക്ക് ഗ്ലൂ ഗണ്ണ് വെച്ച് നമുക്ക് ഒട്ടിച്ചെടുക്കാം. ഇനി സ്പൂൺ നമുക്ക് ഇങ്ങനെ വളച്ചെടുക്കാൻ വേണ്ടി ഒരു ബോൾട്ട് എടുക്കണം. ബോൾട്ട് എടുത്തത് അതിൻ്റെ അകത്തേക്ക് സ്പൂൺ വെക്കുക. പതുക്കെ വളച്ചിട്ട് ചൂടാക്കി എടുക്കുക. ഒരു ഇത്തിരി നേരം വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് വളഞ്ഞു കിട്ടും. അപ്പോൾ അത് എവിടെയാണ് നമുക്ക് വളക്കേണ്ടത് അവിടെ ഇങ്ങനെ ചെയ്താൽ മതി. അതിന് നമുക്ക് ഈ ഭാഗം ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഇതും കൂടി ഒട്ടിച്ചു കൊടുക്കാം. ഇത് വാലാണ്. ഈ വാലിന് നേരെ ഇതിൻ്റെ അകത്തേക്ക് തന്നെ അവിടുത്തെ വെച്ചു കൊടുത്താൽ മതി. ഒട്ടിക്കണമെന്നില്ല, നമുക്ക് മാറ്റാം. ഒരു ചെറിയൊരു കാലും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കപ്പോൾ ഇത് ഫിക്സ് ചെയ്യാം. ഈ വാല് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള വാല് പോലെ എടുത്ത് വെക്കാം. ഇതിപ്പോൾ തൽക്കാലം ഒരു വാല് ചെയ്തെന്നുള്ളൂ. ഇത് കഴിയുമ്പോൾ നമുക്ക് വേറെ വാലൊക്കെ വെക്കാനൊക്കെ പറ്റും. ഞങ്ങിരുന്നോളൂ, ഒരു പ്രശ്നവുമില്ല. ടൈറ്റാണ്. നല്ല വിടർന്നിരിക്കണ വാലൊക്കെ വെക്കാം. അപ്പോൾ ചിറക് നമുക്ക് വിടർന്നിരുന്ന ചിറകിന് അടുത്തയിലൊക്കെ വെക്കാം. അപ്പോൾ ഇനിയും കാണണം കേട്ടോ എൻ്റെ വീഡിയോ. ഇനിയും ഈ ടൈപ്പുള്ള വീഡിയോ ഇനിയും വരും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ കാണാം. ഓക്കെ.